ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ടോപ്പിന്റെ കോളറിനൊക്കെ എങ്ങനെ വെട്ടി തയ്ക്കാം എന്നുള്ളത് കാണിക്കാനാണ് ഇന്ന് വന്നേക്കണത്. ഞാൻ ആദ്യം ഫ്രണ്ട് പോർഷൻ എങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ എന്റെ അളവിനാണ് ഇപ്പൊ കട്ട് ചെയ്യണത്. ആദ്യം നമുക്ക് കഴുത്തിറക്കം നോക്കാം. കഴുത്തിറക്കം ഞാൻ 9 ഇഞ്ചാണ് എടുക്കണത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കഴുത്തിറക്കം 9 ഇഞ്ചോന്ന്. ഞാൻ വീനക്കാണ് കട്ട് ചെയ്യണത്, അതാണ് 9 ഇഞ്ച് എടുത്തേക്കണത്. വണ്ണം കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ 9 ഇഞ്ചൊന്നും വേണ്ട, ഒരു 8 ഇഞ്ചൊക്കെ മതിയാവും. നെക്കിൽ കോളർ വെച്ച് വരുമ്പോൾ ഒരു 2.5 ഇഞ്ചിന്റെ അവിടേക്ക് കുറയും, അതാണ് ഞാൻ 9 ഇഞ്ച് എടുത്തത്. കഴുത്തിറക്കം 9 ഇഞ്ച് എടുത്തതിന് ശേഷം അവിടെ ഞാൻ 1 ഇഞ്ച് അകലത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഞാൻ അടയാളപ്പെടുത്തിയാൽ കോളർ വെച്ച് തയ്ച്ചു വരുമ്പോൾ വി ഷേപ്പ് കിട്ടുവേ. നമുക്ക് കഴുത്തകലാണ് കിട്ടേണ്ടത്. കഴുത്തകലം 3.5 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. നല്ല സ്കെൽറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 2.25 ഇഞ്ചൊക്കെ മതിയാവും കഴുത്തകലം. നമുക്ക് കോളർ വെച്ചിട്ടുള്ള ഏതൊരു ടോപ്പ് തയ്ക്കുമ്പോഴും വി നെക്ക് സിമ്പിൾ ആയിട്ട് തയ്ക്കാവുന്നതാണ്. ഇത് തയ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏത് നെക്ക് തയ്ക്കുമ്പോഴും നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. അങ്ങനെ 3.5 ഇഞ്ചിൽ കഴുത്തകലം അടയാളപ്പെടുത്തൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതും പിന്നെ നേരത്തെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അതും കൂടിയിട്ട് വരച്ച് യോജിപ്പിക്കാം. അങ്ങനെ ഞാൻ അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വെട്ടിയെടുക്കുകയാണ് വേണ്ടത്. കാരണം വളരെയധികം തന്നെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മെഷർമെന്റിൽ വ്യത്യാസം വരുവേ. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ചെറിയ സ്ക്വയർ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ലൈനിങ് വെച്ചിട്ട് തയ്ക്കണ വെച്ചെങ്കിൽ ലൈനിങ്ങും ഒപ്പം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാൻ ഈ ടോപ്പിന് ലൈനിങ് വെക്കണില്ല, അതാണ് ഞാൻ പറയാണ്ടിരുന്നത്. ഇനി ഞാൻ ബാക്ക് പോർഷൻ ആണ് കട്ട് ചെയ്യാൻ പോണത്. കോളർ നെക്ക് ആയ കാരണം ബാക്ക് നെക്കിന് അധികം ഇറക്കം വേണ്ട. അപ്പൊ 1/2 ഇഞ്ച് ഇറക്കത്തിലാണ് അടയാളപ്പെടുത്തിയേക്കണത്. കഴുത്തകലം ഫ്രണ്ട് പോർഷൻ എത്ര എടുക്കണ വെച്ചെങ്കിൽ അത്ര തന്നെ കഴുത്തകലം ഞാൻ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അളവെടുത്തിട്ട് അടയാളപ്പെടുത്തിയത് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇത് വരച്ചെടുത്തതിന് ശേഷം കറക്റ്റ് ആയില്ലേ നോക്കണം, എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ മെഷർമെന്റ് ഒക്കെ തെറ്റിപ്പോവും നമുക്ക്. അപ്പൊ ഞാൻ അത് അടയാളപ്പെടുത്തൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ബാക്ക് പോർഷന്റെയും ഫ്രണ്ട് പോർഷന്റെയും ഷോൾഡറുകൾ തമ്മിൽ ജോയിന്റ് ചെയ്യണം. ഞാൻ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷൻ തയ്ക്കണം എന്ന് പറഞ്ഞല്ലോ, അത് തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. രണ്ടിന്റെയും നല്ല ഭാഗം ഉള്ളിൽ വരുന്ന വിധത്തിൽ വേണം തയ്ക്കാൻ. ഇത് രണ്ടും കൂട്ടി വെച്ച് തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രണ്ട് പോർഷന്റെയും ബാക്ക് പോർഷന്റെയും മൊത്തം നെക്കിന്റെ അളവ് എടുക്കുകയാണ്. അളവെടുക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നല്ല തുടങ്ങണത്, അവിടെ നിന്ന് കുറച്ചിറങ്ങി 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് അളവെടുത്ത് വരുന്നത്. അളവെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷന്റെയും ബാക്ക് പോർഷന്റെയും മൊത്തമാണല്ലോ എടുക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ വെച്ചേക്കണ പോലെ വെച്ചിട്ട് വേണം അളവെടുക്കാൻ. അളവെടുത്ത് വന്നപ്പോൾ എനിക്ക് ടോട്ടൽ കിട്ടിയേക്കണത് 33 ഇഞ്ചാണ്. ഇനി ഞാൻ ചെയ്യണത് കോളറിനുള്ളത് കട്ട് ചെയ്യാൻ നോക്കുകയാണ്. കോളറിനെ നമ്മൾ നേരത്തെ അളവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ 33 ഇഞ്ചിന്ന്. അപ്പൊ 33 ഇഞ്ചിൽ നീളം കോളറിന്റെ വീതി വരുന്നത് 1 ഇഞ്ച് 1.25 ഇഞ്ച് 1.5 ഇഞ്ച് എന്നാണ്. ഞാനിവിടെ 1.25 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ കോളറിനെ തുണി കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ക്യാൻവാസ് വെച്ച് തേച്ചിട്ട് മടക്കിയിട്ടാണ് തയ്ക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അളവെടുത്ത് വെട്ടുമ്പോൾ തയ്യൽ തുമ്പിന്റെ അളവും കൂടി കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ. 1.25 പ്ലസ് 1.25 2.5 ഇഞ്ചും പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് ഞാൻ 3.5 ഇഞ്ചാണ് വീതി എടുക്കുന്നത്. ഞാൻ ഈ തുണി കഷ്ണം മടക്കിയിട്ടാണ് അളവെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് അളവെടുത്ത് വെട്ടാൻ പറ്റും. ഞാൻ നേരത്തെ കോളറിന്റെ നീളം 33 ഇഞ്ച് എന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അളവെടുക്കാൻ എളുപ്പത്തിന് ആ തുണി മടക്കിയിട്ടാണ് അളവെടുത്തേക്കണത്. 33ന്റെ പകുതി 16 വരിക. അപ്പൊ ആ 16 ഞാൻ അളവെടുത്ത് വെട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിയുടെ അളവിൽ തന്നെ ഞാൻ ക്യാൻവാസും കട്ട് ചെയ്ത് ആ തുണിയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ക്യാൻവാസ് വെച്ച് തേക്കണതിന്റെ ഒപ്പം ഞാൻ മടക്കി തേച്ചിട്ടുണ്ട്. നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യണത്. നേരത്തെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ നെക്ക് സ്ക്വയറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ 2 മൂലക്കിലും ഓരോ കട്ട് കൊടുക്കണം. അതെന്തിനാന്നുള്ളത് ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ അത് 2 ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നെക്കിന്റെ പോർഷൻ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്ക്കാം. ഇത് തയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ അളവെടുത്തിട്ടുണ്ടായിരുന്നില്ലേ 2 ഇഞ്ച് ഇറക്കിയിട്ട്, ആ അളവെടുത്ത പോലെ തന്നെ 2 ഇഞ്ചിൽ ഇറക്കി വെച്ചിട്ട് വേണം തയ്ച്ചു തുടങ്ങാൻ. ഇനി ഞാൻ ഇപ്പൊ ഈ വെക്കണ പോലെ വെച്ചിട്ട് തയ്ച്ചു തുടങ്ങണം. നല്ല ഭാഗം ഉള്ളിൽ വരുന്ന വിധത്തിൽ വേണം തയ്ച്ചിട്ട് പോവാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തയ്ച്ചു വരുമ്പോ നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ ആ ഭാഗം കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വേറൊന്നല്ല, നമ്മൾ തയ്ച്ചിട്ട് തിരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ജോയിന്റ് ആയിട്ടുള്ള ഭാഗത്ത് വേണേ കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇത് തയ്ച്ചു വരുമ്പോൾ നമ്മൾ കട്ടിങ് എന്നല്ല സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ തന്നെ ലാസ്റ്റ് ആ കട്ടിങ്ങിൽ ഫിനിഷ് ചെയ്യണം. ഇത് തയ്ച്ചു വരുമ്പോൾ ഫിനിഷിംഗിൽ 2 ഇഞ്ച് കൂടുതലായി തള്ളി നിൽക്കും. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 2 ഇഞ്ച് അധികമായിട്ട് വിട്ടിട്ടാണല്ലോ തയ്ച്ചു തുടങ്ങിയത്, അതുപോലെ തന്നെ ഫിനിഷിംഗിലും വരും. ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ 2 അറ്റം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാവും. അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഞാനിപ്പോ ചെയ്തത് കണ്ടോ, അതുപോലെ മടക്കി തയ്ക്കണം. ഇതിപ്പോ മടക്കി തയ്ച്ചതിന് ശേഷം ഞാനിപ്പോ ചെയ്യണ പോലെ തയ്ച്ചു വരണം. അങ്ങനെ തയ്ക്കുമ്പോൾ ക്യാൻവാസിൽ തട്ടാണ്ട് തയ്ച്ചു വരണേ. ഈ കോളർ വെച്ച് നല്ല ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണതേ. സ്റ്റിച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഞാൻ ചെയ്തതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. സിമ്പിൾ മെത്തേഡാണ്. കണ്ടില്ലേ, ഇതാണ് ഞാൻ എത്ര നേരം തയ്ച്ചതിന്റെ ഫൈനൽ ലുക്ക്. ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി ഞെക്കണേ.